നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി ഏറെ കരുതലോടെ ജാഗ്രതയോടെ ഇരിക്കുക. 8 ജില്ലകൾക്ക് മുകളിൽ മഴയുടെ സംഹാര താണ്ഡവം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ 8 ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കുക. പരമാവധി എന്നല്ല, ഒഴിവാക്കുക. അപകട മേഖലകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് ജനങ്ങൾ മാറി താമസിക്കുക. ചിലയിടത്ത് പ്രശ്നബാധിത മേഖലകളിൽ നിന്ന് മാറാൻ ജനങ്ങൾ തയ്യാറാകുന്നില്ല. ദയവായി അത്തരം പ്രതിസന്ധികൾ ഉണ്ടാക്കരുത്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഒക്കെ സാധ്യതയുണ്ട്. മലയോര മേഖലകളിൽ എന്തും സംഭവിക്കാമെന്ന സ്ഥിതിയാണ്. രക്ഷാപ്രവർത്തനം പോലും ഇവിടങ്ങളിൽ ദുഷ്കരമാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജനങ്ങൾ മാറി താമസിക്കുക. നിങ്ങളുടെ ഒരു ആയുഷ്കാലത്തെ സമ്പാദ്യമാണ് ആ വീട്, ശരി തന്നെയാണ്. എന്നാൽ അപകടത്തിലേക്ക് എടുത്തു ചാടുന്നതിന് തുല്യമാണ് അപകട സ്ഥലങ്ങളിൽ തന്നെ നിലയുറപ്പിക്കുന്നത്. ദയവായി ആവർത്തിച്ചു പറയുകയാണ്, എത്രയും പെട്ടെന്ന് മാറുക. പ്രായമായവരെയും അസുഖബാധിതരെയും കുട്ടികളെയും ഗർഭിണികളെയും ഒക്കെ എത്രയും പെട്ടെന്ന് സുരക്ഷിതരാക്കുക. ജൂൺ ജൂലൈ മാസങ്ങളിൽ, അതായത് മഴക്കാലത്ത് അത്ര വലിയ മഴയൊന്നും പെയ്തിറങ്ങിയിരുന്നില്ല. മഴയുണ്ടായിരുന്നുവെങ്കിലും ആദ്യം നമ്മെ ഒന്ന് വിറപ്പിച്ചുവെങ്കിലും പിന്നീട് അത് വെയിലിലേക്ക് മാറി. പിന്നീട് കടുത്ത ചൂടായിരുന്നു ജൂൺ ജൂലൈ മാസങ്ങളിൽ കേരളത്തിൽ പലയിടത്തും ഉണ്ടായത്. ഇതും വലിയ പ്രതിസന്ധി കേരളത്തിന് ഉണ്ടാക്കിയിരുന്നു. എന്നാൽ പിന്നീട് ഓഗസ്റ്റ് 1 മഴ അതിൻ്റെ സ്വരൂപം പുറത്തേക്കെടുക്കുകയായിരുന്നു. ജൂലൈ 31 മുതൽ തന്നെ, രാത്രി മുതൽ തന്നെ തുടങ്ങിയ മഴ ഓഗസ്റ്റ് 1 വലിയ നാശത്തിലേക്കാണ് കേരളത്തെ കൊണ്ടെത്തിച്ചത്. പിന്നീട് ഇങ്ങോട്ട് മഴ അതിൻ്റെ എല്ലാ ശക്തിയും എടുത്ത് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇത് താങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നദികളും തോടുകളും ആറുകളും ഡാമുകളും എല്ലാം നിറഞ്ഞു കവിയുകയാണ്. ഈ വെള്ളം ഭൂമിയിലേക്ക് ഇരച്ചിറങ്ങി വരുമ്പോൾ അതിനെ തടയാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇതിനോടകം തന്നെ മഴക്കെടുതിയിൽ ഉണ്ടായിരിക്കുന്നത്. 2018 മുതൽ നമ്മൾ പ്രളയമുഖത്താണ് നിൽക്കുന്നത്. ഓരോ വർഷവും നമ്മൾ വല്ലാത്ത ദുരിതത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഓരോ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 2018 പ്രളയത്തിൽ നിന്ന് തലപൊക്കി നമ്മളൊന്ന് ഉയർത്തെഴുന്നേറ്റപ്പോഴായിരുന്നു 2019 പ്രളയം. പിന്നീട് വയനാട് ദുരന്തം. ഇതിനോടിടയ്ക്ക് എല്ലാ വർഷവും മഴ അതിൻ്റെ സർവ്വശക്തിയും എടുത്ത് പെയ്ത് കേരളത്തെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ആ പരീക്ഷണങ്ങളെയെല്ലാം നമ്മൾ നേരിട്ടത് ഒറ്റക്കെട്ടായി നമ്മൾ ഒരു മനസ്സോടെ നിന്നതുകൊണ്ടാണ്. വീണ്ടും 2026 വലിയ ദുരിതത്തിലേക്ക് കേരളം എത്തിയിരിക്കും. 8 ജില്ലകൾക്ക് മുകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുമ്പോൾ സ്ഥിതി അതീവ ഗുരുതരമാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. ജനങ്ങൾ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. ഇതിനിടയിൽ ചില പ്രശ്നക്കാരുണ്ട്, അങ്ങനെ പറയേണ്ടി വരികയാണ്. കാരണം നമ്മൾ എന്തവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന ബോധം പോലുമില്ലാത്ത കുറേയധികം മനുഷ്യർ പ്രശ്നബാധിത മേഖലകളിലേക്ക് ഒരു കാരണവശാലും പോകരുത് എന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടും ചില സെൽഫി പ്രാന്തന്മാരും റീൽസ് എടുക്കാൻ മുട്ടി നിൽക്കുന്നവരുമൊക്കെ അപകടത്തിൻ്റെ അണ്ണാക്കിലേക്ക് ചെന്ന് കയറി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെയൊക്കെ എന്താണ് പറയേണ്ടത്? രക്ഷാപ്രവർത്തനത്തിന് ഒരു കൂട്ടം മനുഷ്യർ അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തിയാണ് ഇറങ്ങിയിരിക്കുന്നത്. അവരെ പോലും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ് ഈ സെൽഫി എടുക്കാൻ കാത്തു നിൽക്കുന്നവരും വീഡിയോ എടുക്കാൻ നിൽക്കുന്നവരും റീലുകൾ എടുക്കാൻ നിൽക്കുന്നവരും വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ മേഖല, അതായത് മണ്ണും കല്ലും ഒക്കെ ഒലിച്ചിറങ്ങി മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുന്ന പ്രദേശത്ത് നിന്ന് അവിടെ നിന്നുകൊണ്ട് റീലെടുത്തുകൊണ്ടിരിക്കുകയാണ് കുറേ മനുഷ്യർ. ഇവരെയൊക്കെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ദയവ് ചെയ്ത് നിങ്ങൾ അത്തരം പ്രതിസന്ധികൾ ഉണ്ടാക്കരുത്. രക്ഷാപ്രവർത്തനത്തിന് നിൽക്കുന്നവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോകരുത്. സ്വയം അപകടത്തിലേക്ക് എന്തിനു പോയി ചാടുന്നു? ഈ റീലുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ അപകടത്തിൽപ്പെട്ടു പോകുന്നതെങ്കിൽ പിന്നെ ഈ റീൽ ഇട്ടത് കൊണ്ട് എന്ത് ഗുണം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാൻ പോകുകയാണ്? എടുത്ത റീല് പോലും ഇടാനുള്ള സമയം പോലും നിങ്ങൾക്ക് കിട്ടില്ല. ഇന്ന് നമ്മൾ ഭയപ്പെടുത്തുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്ന് നമ്മൾ കണ്ടു. അതായത് ഒരു കൈരളിയിലെ മാധ്യമ പ്രവർത്തകൻ മണ്ണിടിച്ചിൽ വരുമ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. അദ്ദേഹം പെട്ടെന്ന് മാറാൻ ശ്രമിക്കുമ്പോൾ ആ മണ്ണിടിച്ചിലിൽ അകപ്പെട്ടു പോയ ആ മനുഷ്യനെ നമ്മൾ കണ്ടു. തലനാരിഴയ്ക്കാണ് ആ മനുഷ്യൻ രക്ഷപ്പെട്ടത്. ഇതിനിടയിലാണ് ഈ റീൽ എടുക്കാൻ വ്യഗ്രത കാട്ടുന്ന ഒരു കൂട്ടം മനുഷ്യർ അവിടെ പോയി തടിച്ചു കൂടുന്നത്.
വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ ആ വെള്ളപ്പൊക്കം ഷൂട്ട് ചെയ്യാനായിട്ട് മൊബൈലും എടുത്തുകൊണ്ട് കുറേ എണ്ണം അങ്ങ് ഇറങ്ങുകയാണ്. ഇതിനിടയ്ക്ക് മീൻ പിടിക്കാനും കുളിക്കാനും വെള്ളത്തിൽ ചാടാനും ഒക്കെ ആയിട്ട് വിനോദസഞ്ചാരത്തിനെന്ന് പറഞ്ഞുകൊണ്ട് വേറെ കുറേ മനുഷ്യർ ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഔചിത്യ ബോധമില്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. എന്തിനാണ് ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു അപകട സമയത്ത് പോലും നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ദയവ് ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് പറയാനുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ജില്ലകളിൽ യെല്ലോ അലർട്ട് ആയിരിക്കും. അടുത്ത 3 ദിവസവും വ്യാപക മഴയ്ക്കാണ് സാധ്യത. എല്ലാ ജില്ലകളിലും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. തെക്കൻ തമിഴ്നാടിന് മുകളിലെ ചക്രവാത ചുഴിയും ഗുജറാത്ത്, കേരള തീരത്തെ ന്യൂനമർദ്ദ പാത്തിയുമാണ് മഴ ശക്തമാകാൻ പ്രധാന കാരണം. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും ഭരണകൂടവും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മലയോര മേഖലകളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പ് നൽകി. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായിരുന്നു ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നത്. ഈ ജില്ലകളിലൊക്കെ തന്നെ ഇന്നും കനത്ത മഴയാണ് പെയ്തിറങ്ങിയത്. രാത്രിയും നാളെയും ഒക്കെയായി തന്നെ ഇതേ മഴ തുടരും എന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും സംസ്ഥാനത്തുടനീളം ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ പ്രവചനം വന്നതോടുകൂടി ത്വരിതഗതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും സജ്ജമാക്കിയിരിക്കുകയാണ് ഭരണകൂടം. ഓഗസ്റ്റ് 6-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 7-ന് സംസ്ഥാനത്തെ 14 ജില്ലകളിലും ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. തുടർന്ന് ഓഗസ്റ്റ് 8-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയുടെ ഒരു തോതനുസരിച്ച് ഈ പ്രഖ്യാപനങ്ങളിലൊക്കെ മാറ്റമുണ്ടാകും. എന്തായാലും ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന മുന്നറിയിപ്പുകൾ ജനങ്ങൾ അതേപടി പാലിക്കുക. നദികളിൽ ഇറങ്ങുന്നതും രാത്രികാലങ്ങളിൽ മലയോര മേഖലകളിലൂടെയുള്ള യാത്രകളും പരമാവധി ഒഴിവാക്കണമെന്നാണ് മുന്നറിയിപ്പ്. മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അതിശക്തമായി കാറ്റും വീശിയടിക്കുകയാണ്. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ് അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾക്ക് മുകളിലേക്കൊക്കെ മരങ്ങൾ വീണ് അപകടങ്ങൾ ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് രാത്രികാല യാത്രകൾ ഒഴിവാക്കുക. നിങ്ങൾ സുരക്ഷിതരായിരിക്കുക. അഥവാ മഴ കനക്കുകയാണെങ്കിൽ ഒരു സുരക്ഷിത ഇടം കണ്ടെത്തി അവിടെ നിങ്ങൾ നിലയുറപ്പിക്കുക എന്നാണ് പറയുന്നത്. അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഓഗസ്റ്റ് 1 മുതൽ 3 വരെ പെയ്തത് സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ 232% അധിക മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. എന്നിട്ടും സംസ്ഥാനത്ത് ലഭിക്കേണ്ട മഴയിൽ കുറവുണ്ടായി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് ലഭിക്കേണ്ട മഴയിൽ കുറവുണ്ടായിട്ടും പക്ഷേ വലിയ ഗുരുതര പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം പൊടുന്നനെ മഴ അതിശക്തമായി തന്നെ പെയ്തിറങ്ങുകയാണ്. നമുക്കൊക്കെ അറിയാം, മുൻപ് കാലവർഷം തുടങ്ങുമ്പോൾ ജൂൺ 1 മുതൽ തന്നെ മഴയാണ്. അതിനൊരു തോതുണ്ട്. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല. ജൂണിലും ജൂലൈയിലും ഒന്നും മഴ പെയ്യാതെ പിന്നീട് ഓഗസ്റ്റിലും സെപ്റ്റംബറിലുമൊക്കെ അതിശക്തമായി മിന്നൽ പ്രളയങ്ങൾ പൊടുന്നനെ ഉണ്ടാകുകയാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഒരു പ്രദേശത്ത് അവിടം താറുമാറാക്കുന്ന രീതിയിൽ മഴ ഇരച്ചിറങ്ങുകയാണ്. ഇവിടങ്ങളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകുന്നതാണ് ദുരന്തം വലിയ രീതിയിൽ വ്യാപിക്കാൻ കാരണമാകുന്നത്. സാധാരണയായി 1357.1 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് 1038 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത്. വയനാട് ജില്ലയിലാണ് മഴയിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 848.5 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ലഭിക്കേണ്ട മഴയിൽ 50% കുറവാണ് ഉണ്ടായത്. 46% കുറവായി ഇടുക്കി ജില്ലയാണ് 2ാം സ്ഥാനത്തുള്ളത്. 891.8 മില്ലിമീറ്റർ ഇവിടെ മഴ ലഭിച്ചത്. എന്നാൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മഴ ലഭിച്ചത്. 539.5 മില്ലിമീറ്റർ ലഭിച്ചതോടെ 2% വർധന രേഖപ്പെടുത്തി. കേരളത്തിന് പുറമെ ലക്ഷദ്വീപിൽ 31% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാഹിയിൽ സാധാരണ നിലയിലുള്ള മഴ തന്നെയാണ് ലഭിച്ചത്. കോഴിക്കോട്, പത്തനംതിട്ട ജില്ലകളിലാണ് ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തിറങ്ങിയത്. പത്തനംതിട്ട ജില്ലയിൽ 533% അധിക മഴയാണ് പെയ്തത്. കോഴിക്കോട് ജില്ലയിൽ 257.4 മില്ലിമീറ്റർ മഴ പെയ്തു. 60.4 മില്ലിമീറ്ററാണ് ലഭിക്കേണ്ടിയിരുന്നത്. 326% അധിക മഴയാണ് ജില്ലയിൽ പെയ്തത്. കണ്ണൂരിൽ 227% അധിക മഴ പെയ്തു. 207
ശതമാനം അധികമാണിതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അതിതീവ്ര മഴയിൽ KSEBിക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. പ്രാഥമിക വിലയിരുത്തലുകൾ അനുസരിച്ച് 25.43 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് KSEB അറിയിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണി വരെയുള്ള കണക്കനുസരിച്ച് 2892 ട്രാൻസ്ഫോമർ മഴക്കെടുതി കാരണം നശിച്ചു എന്നാണ് KSEB അറിയിച്ചിരിക്കുന്നത്. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 349 ഹൈ ടെൻഷൻ പോസ്റ്റുകളും 2599 ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു. 248 ഇടങ്ങളിൽ ഹൈ ടെൻഷൻ ലൈനും 7212 ഇടങ്ങളിൽ ലോ ടെൻഷൻ ലൈനും പൊട്ടിവീണു. 233 ട്രാൻസ്ഫോമർ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി എന്നും 6,56,770 ഉപഭോക്താക്കൾക്ക് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടുവെന്നും KSEB അറിയിച്ചിട്ടുണ്ട്. വൈദ്യുതി തകരാറുകൾ പരിഹരിക്കാനുള്ള ഊർജിത ശ്രമം സംസ്ഥാന വ്യാപകമായി നടന്നു വരികയാണെന്നും ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും KSEB അറിയിച്ചിട്ടുണ്ട്. മഴ സംസ്ഥാനത്ത് പെയ്തിറങ്ങിയത് കുറവാണ്. പക്ഷേ മഴ പെയ്തിറങ്ങിയപ്പോൾ അതിൻ്റെ ശക്തി പൊടുന്നനെ ഒരു മിന്നൽ പ്രളയം ഉണ്ടാക്കിയതാണ് വലിയ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടെത്തിച്ചത്. അതിൻ്റെ കൂടെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായതോടെ പ്രതിസന്ധി അതിരൂക്ഷമായി മാറുകയായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം വല്ലാതെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ എങ്ങനെ മഴ പെയ്യും, വെയിലുണ്ടാകും, ഇതൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2018 മുതൽ ദുരന്തങ്ങളുടെ ഒരു ഭൂമിയായി മാറിയിരിക്കുകയാണ്. ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും അതിൽ നിന്ന് നമ്മൾ കരകയറാൻ ശ്രമിക്കുമ്പോൾ അടുത്ത ദുരന്തം ഉണ്ടാകുകയാണ്. എന്തായാലും ഇപ്പോൾ 8 ജില്ലകൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനങ്ങൾ എത്രയും പെട്ടെന്ന് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറുക, സ്വയം ജാഗ്രത പാലിക്കുക, സ്വയം മുൻകരുതലുകൾ എടുക്കുക. മാറി താമസിക്കുമ്പോൾ അത്യാവശ്യം ചില സാധനങ്ങൾ കയ്യിൽ കരുതുക. ക്യാമ്പുകളിലേക്ക് മാറുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും സഹായങ്ങളും ഒക്കെ തന്നെയുണ്ട്. സഹകരിക്കുക. കാരണം ഒരു ദുരന്ത മുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ സുരക്ഷിതരാകാമോ അത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുക. ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന മുന്നറിയിപ്പുകൾ പാലിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.